നമ്മളിതിനെ വന്നിട്ട് ആരാണ് ഇതിനകത്ത് ഇത് ചെയ്ത്? ഇയാൾ സിനിമയായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? ഇയാൾക്ക് സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കേൾക്കണേ. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇദ്ദേഹം ആരാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ. അത് വരുമല്ലോ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഞങ്ങൾ ചെയ്യും. സിനിമകളുടെ പേരിലും ഒക്കെയാണ് ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണോ അതിലിപ്പോൾ ചെയ്തതാണോ എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ വിഷയം. ഇത് ഞങ്ങളുടെ അവകാശമല്ലേ, ഞങ്ങളുടെ തൊഴിലല്ലേ, ഞങ്ങളത് ചെയ്യുമല്ലേ. അത് എപ്പോൾ ചെയ്താലും എന്താ? അത് വർഷങ്ങൾക്ക് മുമ്പായാലും ഇപ്പോൾ ചെയ്താലും നിങ്ങൾ അത് അനുവദിക്കുമോ? കഴിഞ്ഞ ഒരു സിനിമയിലാണിത് വന്നെങ്കിൽ ഇതേപോലെ ഒന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമോ? സെൻസർ ചെയ്ത ഒരു പടത്തിനകത്തേക്ക് നമ്മൾ നിങ്ങൾ അഭിനേതാക്കളെ എന്തിനാ പിടിക്കണേ? ഒരു സിനിമ എടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അല്ലേ? ഇത് എഴുതിയ ഒരാളുണ്ടല്ലോ, ഇത് എടുത്ത ഒരാളുണ്ടല്ലോ, ഇത് ഇട്ട ഒരാളുണ്ടല്ലോ. അവരെന്തുകൊണ്ട് ഇതിനകത്ത് പ്രതിയാവുന്നില്ല? അഭിനേതാവാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പം ഇതിനുള്ളിലുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. ഇത് ശരിയല്ല. നിങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇന്നലെ ഈ വിഷയത്തെ ഏറ്റെടുത്ത എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഇന്നലെ വന്നത്. അല്ല, ഞാൻ ആ വിഷയത്തെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? എൻ്റെ സഹപ്രവർത്തകയാണ്. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കണേ? എൻ്റെ സഹപ്രവർത്തകത്തെ പറ്റിയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണേ. അത് ഞങ്ങൾക്കുള്ളിലുള്ള വിഷയമല്ലേ? അല്ല, ഞങ്ങൾക്കുള്ളിലുള്ളൊരു വിഷയമാണോ അത്? ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതല്ലേ? അത് ഞാൻ പൊതുമണ്ഡലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഞങ്ങൾക്കുള്ളിലുള്ള ആശയങ്ങൾ പുറത്തു വന്നാൽ പോലും ഞങ്ങൾ അതിനെ ഒന്ന് ഒതുക്കി തീർക്കും. ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. ഞങ്ങളത് തീർത്തിരിക്കും. ഡെഫിനറ്റായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഡെഫിനറ്റായിട്ട് മുന്നേറിയിരിക്കുന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. നിങ്ങൾ കാണാൻ പോകാം. അല്ല, ഞാൻ പറയുന്ന കേക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വ്യത്യാസപരം ഇപ്പോഴത്തെ വിഷയം എന്താ? ഇപ്പോഴത്തെ വിഷയം എന്താ? ഞാൻ എന്തിനു വേണ്ടി ഇതിന് വന്നേക്കണേ? അല്ല, സമാനമായ വിഷയമല്ല. ഞങ്ങൾ അഭിനയിച്ചതിനെ വന്നിട്ടുള്ളതിനെ വക്രീകരിച്ച് കുബുദ്ധിപരമായിട്ട് അതിനെ കരിവഴിത്തേക്കാൻ എതിരെയുള്ള എൻ്റെ പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ വേറൊരു വെള്ളം ചേർക്കണെന്താ? വേറൊരു കാര്യത്തെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്താണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അല്ലേ? ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ? നിങ്ങൾ പുരുഷന്മാർ നിൽക്കേണ്ടതല്ലേ? ഇതിപ്പോൾ ഒരു സ്ത്രീക്കെതിരെ വന്നു, നാളെ ഒരു പുരുഷനെതിരെ വന്നാലോ? ഒരു പുരുഷനായ ഒരു അഭിനേതാവിനെതിരെയും വരാലോ? അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഇത് കുബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഗൂഢാലോചനയാണോ ഇല്ലയോ എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ അത് തന്നെ. പക്ഷേ ഇത് നമ്മളെ കരിവേരിത്തേക്കാം. കാരണം ഇതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് ഇനി നാളെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കി, ഒരു ക്ലിപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ഇതൊരു ഡീഫേക്കിൻ്റെയൊക്കെ ഉള്ള ഒരു കാലമാണ്. എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് കോടതി വരുമ്പോൾ അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് അന്വേഷിക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറയും. അത് കോടതിയുടെ ചുമതലയല്ലേ? അത് പിന്നെ നമ്മൾ അതിൻ്റെ ഭാരം ഏറ്റുകൊണ്ട് നടക്കണം. അത് തെറ്റാണ്. അതിനൊരു നിയമം ഉണ്ടാവണം. ഇവിടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ ബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേരിക്കാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം നടന്നതല്ലേ ആ കോൺക്ലേവ്, അതിൽ വരണം. അതിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടണം. അത് ആണായാലും പെണ്ണായാലും. അതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഈ ഫിലിം പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണ്. അതാണ് എൻ്റെ വിഷയം. നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ.